നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തരികട സാബു എന്ന് അതിൻ്റെ ഉള്ളിലെ മത്സരാർത്ഥികളെല്ലാവരും കുടഞ്ഞ് റോസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്ക് ഒരു കുലുക്കമില്ല. എന്തിനാ അമ്മാവനെ തല്ലണം, ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞ പോലെ ഒരുവിധം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സാബു എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും കേട്ട പാതി കേൾക്കാത്ത പാതി ഈ ചെകിട്ടിയോടെ കേട്ട് ആ ചെകിട്ടിയോടെ വിടുക. അതാണ് അവിടെയുള്ള എല്ലാ മന്ദബുദ്ധികളുടെയും കാര്യം. എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? അനുഭവത്തിലൂടെ പറയുമ്പോൾ അവർക്കത് പുറത്ത് വന്നിട്ട് പറയാം, ഇവൻ ഇതിലും സാബുമാൻ ഇതിലും ഇവിടെ കളിച്ചത് എന്ത് കളിയാന്നൊക്കെ ഞങ്ങൾ കണ്ടതാണ്, അവൻ ഇതിലും വലിയ നാറിക്കളിയാണ് അവിടെ കളിച്ചത് എന്നൊക്കെ അബ്കർ അവിടെ ഇന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവനോട് ഞാൻ തിരിച്ച് ചോദിക്കാനെന്നുണ്ടായിരുന്നു, നീ ഇവിടെ ഒരു പെൺകുട്ടിയായിട്ട് പ്രേമം ലവ് ട്രാക്കൊക്കെ കളിച്ചില്ലേ, അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയെ കഴുത്തേ കയറി പിടിച്ചില്ലേ, ഇതൊക്കെ ഞാൻ തിരിച്ച് ചോദിച്ചാൽ അവന് അക്ഷരം പിന്നെ ഒരു അക്ഷരം എന്നോട് മിണ്ടാൻ പറ്റില്ല. അവന് ബിഗ് ബോസിൽ നിന്ന് ഓടി പോകേണ്ടി വരും. പക്ഷെ നമ്മൾ ഇവിടെ വീട്ടിൽ വന്ന അതിഥിയല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ അവനെ വെറുതെ വിട്ടു എന്ന് പറയണത്. അതുപോലെ തന്നെ അനീഷ് എന്നിട്ട് ഈ ഒരു ഓവർ കഴുതിന് ഓവർ സ്മാർട്ട് കളിക്കുക. നമ്മുടെ തരികട സാബുവിൻ്റെ മുമ്പിൽ ഓവർ സ്മാർട്ട് കളിക്കുക. ഈ സ്പീഡ് ഏഴാങ്കൂലി എന്താ അവനോട് കാണിച്ചു കഴിഞ്ഞാൽ, അവനോട് അങ്ങോട്ട് എതിർത്തങ്ങോട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇവൻ വലിയ മോഹൻലാലിൻ്റെ ഡയലോഗ് പറഞ്ഞ പോലെയാണ് വിചാരിച്ചിട്ടിരിക്കുന്നത്. മുമ്പ് തന്നെ ഇവന് നാണം എന്ന് മാനം എന്ന് പറഞ്ഞ രണ്ട് വാക്ക് ഇവന് അടുത്തു കൂടെ പോയിട്ടില്ല. ഇവനിതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഈ 5 പേരെ അല്ലെങ്കിൽ 6 പേരെ ഇവിടെയുള്ള പിച്ചക്കാരെ കൊണ്ടുവരണമെന്നവൻ പറയണത്. ബിഗ് ബോസിൽ ഈ നടീനടന്മാരൊന്നും കൊണ്ട് കടത്താൻ പാടില്ല, കുറേ പിച്ചക്കാരെ കൊണ്ടുവരണം. കോമണർ ഞാൻ വന്ന പോലെ ഇവൻ പിച്ചക്കാരനാണ്, അതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇവൻ കുറച്ച് കൃഷിയുണ്ട്, ഇവൻ കൃഷിക്കാരൻ. അതുപോലെ തന്നെ ഏതൊരു കൂതറ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ആകെ ഒരു കോപ്പിയാണ് വിറ്റത്. ആ പുസ്തകം എഴുതിയതിൻ്റെ വലിയൊരു MT വാസുദേവൻ നായരെ പോലെ വലിയൊരു എഴുത്തുകാരൻ്റെ പോലെ അവൻ്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആടിൻ്റെ സ്വഭാവം തന്നെ എവിടെ ചെന്നാലും പൊന്തി നിൽക്കണം എന്നുള്ള നിലപാടാണ്. സാബുമോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ, നമ്മൾ പണ്ടാരെ പറഞ്ഞിട്ടില്ലേ, ഉണ്ട് വിശപ്പ് മാറിയതിൻ്റെ ഇന്ന് ഉരുള പഠിക്കുന്നു പറഞ്ഞില്ലേ, അതുപോലെ തന്നെ സാബുമാൻ ആളാദ്യം ഒരു തരികട നടന്നത്, ഒരു ചെറ്റി നടന്നത്. അതവന് മനസ്സിലായി. നമ്മുടെ ഈ ചെറ്റ തരം കൊണ്ടും ഈ വക ഉടായ്പ സ്വഭാവം കൊണ്ടും ഈ തരികട കൊണ്ടൊന്നും നമുക്ക് സിനിമയിൽ ആരും ആവാൻ കഴിയില്ല എന്നവന് മനസ്സിലായി. അതുകൊണ്ട് ഈ സാബു നന്നായി. ഇപ്പോൾ സാബുവിനെ നമ്മൾ പഴയ സാബുവിനെയല്ല കാണുന്നത്, ഒരു പുതിയ സാബുവിനെ നമ്മൾ കാണുന്നത്. കാരണം എന്താണ്, ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം മൂപ്പർക്ക് കൈ നിറയെ സിനിമ, ഒഴിവില്ലാത്ത സമയം മാത്രമേ ഉള്ളൂ. ഈ ബിഗ് ബോസിലിപ്പോൾ ഈ വന്നത് തന്നെ ബിഗ് ബോസ് ഇവൻ്റെ ഒഴിവുള്ള ദിവസം നോക്കി ഒരു ദിവസം കൊണ്ടുവന്നതാണ്. അപ്പോൾ അതാണ് നമ്മൾ എളിമ എന്ന് പറയണത്. നമ്മൾക്ക് എളിമ ഉണ്ടാവുമോ, അതുപോലെ തന്നെ അഹങ്കാരം ഇല്ലാണ്ടിരിക്കുക, തലക്കനില്ലാണ്ടിരിക്കുക. ഏത് കലാകാരനും ഉയർന്നു പോകും, ലാലേണ്ണ പോലെ. അതാണ് വേണ്ടത്. അത് സാബു ശരിക്കും പഠിച്ചു. ശരിക്കും സാബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിഷ്കളങ്കനാണ്. എന്ത് കാര്യം മുഖത്ത് നോക്കി പറയുന്ന ഒരു നിഷ്കളങ്കൻ. അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇവനങ്ങോട്ട് ചീറിക്കടിക്കാൻ ചെന്ന സാബുമാൻ അങ്ങോട്ട് റേസാവുമെന്ന് വിചാരിച്ചത്. ഇവൻ്റെ എല്ലാ കളികളും എല്ലാ തരികടകളും പൊളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ നോക്കിക്കോ, 1, 2, 3 എന്ന് പറയുന്നതിന് മുമ്പ് ഈ അനീഷും അതുപോലെ തന്നെ അനുമോളും ഇവിടുന്ന് ഔട്ടാവും. 2 പേർക്കും ബിഗ് ബോസ് ചാർജ് വെച്ചിട്ടുണ്ട്. കാരണം അനുമോളുടെ ഈ തട്ടിപ്പ് പുറത്തെടുത്തിടാൻ വേണ്ടി മാത്രമാണ് PR-ൻ്റെ ഒരു പ്രശ്നം എടുത്തിട്ടത്. അപ്പോഴാണ് ബെന്നി അതിൽ വീണത്. 16 ലക്ഷം രൂപ PR-ന് കൊടുക്കാമെന്നുള്ള എഗ്രിമെൻ്റ് ഉണ്ട്, 50,000 അഡ്വാൻസ് കൊടുത്തു എന്ന് പറയുന്നത്. ഇനി പ്രേക്ഷകർക്ക് എങ്ങനെയാണ് അനുമോൾക്ക് വോട്ട് ചെയ്യുക? അനുമോൾ എങ്ങനെയാണ് ഇനി സപ്പോർട്ട് ചെയ്യുക? നമ്മളതിലൊരു വോട്ട് ചെയ്യാൻ ചിന്തിക്കില്ലേ? അവൾ ലക്ഷങ്ങളുള്ള ആളാണ്, ലക്ഷങ്ങൾ PR-നെ വർക്ക് ചെയ്തുകൊണ്ട് ആ PR-ന് ഇവളുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കുന്നത്. ഏത് സോഷ്യൽ മീഡിയയിലും അനുമോൾ എന്ന് പറഞ്ഞിട്ട് പോളിടുന്നതും മറ്റിലിടുന്നതും മറിച്ചിടുന്നതും ഇവളെ പറ്റി പുകഴ്ത്തി പാടുന്നതും PR-കളാണെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി. ഈ PR-യിലും കൂടുതലുള്ള ജനങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞവൻ പിന്നെ ഒരാൾ പോലും അനുമോൾക്ക് വോട്ട് ചെയ്യില്ല, അനുമോളെ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ അതോടുകൂടിയിട്ട് അനുമോളുടെ കളി കഴിഞ്ഞു. അനുമോൾ ഇനി എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ബിഗ് ബോസ് അവളെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എത്രയും പെട്ടെന്ന് സാബുമാൻ പോണതിന് മുമ്പ് തന്നെ അനുമോൾ അവിടെ നിന്ന് പെട്ടിയും കടക്കെടുത്ത് ഇൻഡിഗോ എയർപോർട്ടിൽ നമ്മൾ ഇറങ്ങാൻ ഇവിടെ കൊച്ചിയിൽ വരേണ്ട സ്ഥിതിവിശേഷമാണ് കാണുന്നത്. അതിനൊപ്പം തന്നെ അനീഷിൻ്റെ ചില ഡയലോഗുകളൊന്നും ബിഗ് ബോസിന് അത്ര ദഹിക്കുന്നതല്ല. കാരണം എന്താണ്, ബിഗ് ബോസ് ഷോ നടത്തുന്ന അവർക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന ആളാണ് ഇപ്പോൾ ഇവൻ.
ഇവൻ വലിയ എഴുത്തുകാരനാണ്, ഗുണാസാട്ടറാണ്, ഇവൻ്റെ ഒരു മരക്കഴുതിയാണ്, ഇവൻ കണ്ടാമൃക്കാണ്, ഇവൻ ചറ്റിയാണ്. അതേപോലെ ചെറ്റകൾ വേറെ ഉണ്ട് കേട്ടോ ഷാനവാസ്. അപ്പോൾ ഇവർ 2 പേരും കൂടി ഒരു നുഖത്തിൽ കെട്ടാം. അങ്ങനത്തെ ആൾക്കാരാണ് ബിഗ് ബോസിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നത്. ബിഗ് ബോസ് എത്ര ഭാഷയിൽ ബിഗ് ബോസ് നടത്തുന്നുണ്ടെന്ന് അറിയാം. അയാൾക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുക. ഇവൻ വന്നിട്ട് ഇവൻ ആജ്ഞാപിക്കിന് ഇവിടെ പിച്ചക്കാരെ കൊണ്ടുവരണം, സാധാരണക്കാരെ കൊണ്ടുവരണം. അവിടെ വന്നവരൊക്കെ പിന്നെ അംബാനിയല്ലേ, യൂസഫ് അലി അംബാനിയൊക്കെ അവിടെ വന്നിരിക്കുന്നവരൊക്കെ ഒക്കെ അന്നാന്ന് കാശ് കിട്ടിയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. 2 ദിവസം സീരിയൽ ഇല്ലാണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർ ചിലവ് നടത്താനായിട്ട് അവർ ലോൺ എടുക്കേണ്ടി വരും. അങ്ങനെയുള്ള ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഈ കഴുതയ്ക്ക് അതൊന്നും അറിയില്ല. ഇവൻ എന്ത് ചെയ്ത് നോക്കണത്? ഇവന് നല്ലൊരു ഗവൺമെൻറ് ജോലി PSC എഴുതി ഇവന് കിട്ടിയില്ല ഇമ്പോർട്ടന്. മറ്റേ അത് എഴുതിയിട്ട് അത് കുന്നംകുളത്തൊരു മാഷായിട്ട് കിട്ടിയത്. മറ്റേ അത് ലീവ് എടുത്തിട്ട് 5 കൊല്ലം ലീവ് എടുത്തിട്ട് ഇവൻ കവിത എഴുതാൻ നടക്കുന്നത്, നോവൽ എഴുതാൻ നടക്കുന്നത്, കൃഷിപ്പണിക്ക് നടക്കുന്നത്, പിന്നെ ബിഗ് ബോസ് കളിക്കാൻ നടക്കുന്നത്. അപ്പോൾ ഇവൻ്റെ തലയിൽ ആൾതാമസമൊന്നും ഇല്ലേ? ഈ ബിഗ് ബോസ് ആണോ അവൻ്റെ അൾട്ടിമേറ്റ് ഷോ? അപ്പോൾ ഇവനും PR കാശ് കൊടുത്ത് നമുക്കൊക്കെ അണ്ണാക്കൽ തരാൻ വന്നിരിക്കുന്ന ഒരു കഴുതയാണ്. അതുകൊണ്ട് ഈ കഴുതയും അനുമോളും ഉടനെ ഔട്ടാവണത് വെട്ടി മാറ്റുന്നത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഇന്നലെ സാബുമോൻ ഒരു ഡയലോഗ് പറഞ്ഞു. ഇന്നലെ എൻ്റെ എതിർവശത്ത് ആരാ കിടന്നത്? അപ്പോൾ ബെന്നി പറഞ്ഞു ഞാനാണ് കിടന്നത്. എന്തായാലും നന്നായിട്ടാ. എന്താ? അതെ, എൻ്റെ എതിർവശത്ത് ഞാൻ കളിക്കുന്ന സമയത്ത് ആര് കിടന്നോ അവരാഴ്ച ഇവിടുന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങിയിട്ടുണ്ട്. അല്ല, സഭട്ടത്തിലൊക്കെ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കൊന്നുമില്ല, പക്ഷേ സത്യം അതാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രം. അതുകൊണ്ട് എന്തുണ്ടായി? ഈ ആഴ്ച ബെന്നി ഇനിയാണ് ഔട്ടാവാനുള്ള എല്ലാ ലക്ഷണം കാണുന്നത് അതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബെന്നിയുടെ ഭർത്താവ് പുറത്ത് പോയിട്ട് ഒരുപാട് PR വർക്ക് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വീഡിയോകൾ ഇടുന്നുണ്ട്. ഇതൊക്കെ അവർക്ക് ദോഷമായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വെല്ലുവിളി നടത്തിയിട്ട് വീഡിയോ ഉണ്ട്. നോബിൻ ഷാനവാസനെ തല്ലും കുത്തും, അവൻ പുറത്തിറങ്ങട്ടെ, ഞാൻ അവിടെ ഉണ്ടെങ്കിൽ അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ ശരിയാക്കിയാനെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ ഈ നാണക്കെട്ട പണിക്ക് നടക്കുന്നത്? എന്തിനാ നീ മുമ്പ് തന്നെ ഈ ഭാര്യയുടെ കൂടെ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വന്ന് കിടന്നത്? അപ്പം തന്നെ ബെന്നിയുടെ പണി കഴിഞ്ഞു. അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് കരച്ചിലും കഴിഞ്ഞ് സീരിയൽ നടി എത്രയും പെട്ടെന്ന് ഇവിടെ ചൈനയിൽ പോയിട്ട് ഡോക്ടറേറ്റ് എടുത്ത് വന്ന ആളാണല്ലോ, എത്രയും പെട്ടെന്ന് ആ പണിയിലേക്ക് തിരിച്ചു പോകാൻ നല്ലത്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്നവർക്ക് ഒരാൾക്ക് പോലും പിന്നെ സീരിയലിൽ ആരും അവരെ എടുക്കാറില്ല. അതൊരു നഗ്ന സത്യമാണ്. പിന്നെ ഈ ആഴ്ച ലാലേട്ടൻ വന്നു, ശനിയാഴ്ച എവിഷനൊന്നുമില്ല. പിന്നെ ചിലപ്പോൾ ശനിയാഴ്ച ആവില്ല. നമ്മുടെ ഒരു ഇൻഡ്യൂഷനാണ് കേട്ടോ ഇന്നയാൾ പോകുന്നുള്ളത്. അല്ലാണ്ട് ഇപ്പോൾ അവിടെ അത് പോകണത് അറിഞ്ഞിട്ട് നമ്മൾ പറയണമെന്നല്ല. അങ്ങനെയാണ് സാബുവിൻ്റെ ഒരു വർത്തമാനം കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. സാബുവിൻ്റെ സംസാരം ശരിയാവാനാ സാധ്യത. അത് കഴിഞ്ഞ് പിന്നെ ലാലേട്ടൻ വന്നു. ശനിയാഴ്ച വിഷനില്ല. ലാലേട്ടൻ വന്നിട്ട് ലാലേട്ടൻ വളരെ കൂളാണ്. ശനിയാഴ്ചയിലത്തെ എപ്പിസോഡ് വളരെ ഫണ്ണായിട്ടുള്ളൊരു എപ്പിസോഡാണ്. കാരണം വെച്ചാൽ ലാലേട്ടൻ അവിടെ ഡാൻസും കാര്യങ്ങളും കളിച്ചൊക്കെ ലാലേട്ടന് വലിയ ഇഷ്ടമാണ്. ലാലേട്ടൻ്റെ പടത്തിലെ പാട്ടുകളൊക്കെ പാടി കുറേ കളിച്ചല്ലോ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആര്യനെ ഒരുപാട് അഭിനന്ദിക്കുന്നുണ്ട്. അങ്ങനെ ആര്യനെ ആ ഒരു ടാസ്ക് കൊടുത്തല്ലോ സാബുമാൻ ഉള്ളിയെ കയറ്റാനായിട്ട്, അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടാസ്ക് കൊടുത്തിട്ട് നമ്മുടെ ഷാനവാസ് ആ ടാസ്ക് കൊളാക്കി, അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഫൺ കാര്യങ്ങളും മാത്രമാണ് മൂപ്പര് ശനിയാഴ്ചയിലത്തെ കാര്യങ്ങൾക്ക് വെച്ചത്. എല്ലാ കാര്യങ്ങളും പിന്നെ ബാക്കിയൊക്കെ എവിഷനും കാര്യങ്ങളൊക്കെ ശനിയാഴ്ച ഇല്ല, അതൊക്കെ ഞായറാഴ്ച നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ വേറെ അതിഭീകരമായുള്ള വേറൊരു സംഭവമുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചാർജ് ഉണ്ട് നമ്മുടെ ഈ ഷാനവാസിനെതിരെ. ഷാനവാസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ നാവ് കഴുപ്പട്ടതാണ്. അവന് തലക്കനം കൂടില്ല, അഹങ്കാരം കൂടില്ല. ഇതൊക്കെ കൂടി കഴിഞ്ഞ ഒരു മനുഷ്യൻ പിന്നെ ഈ കലാരംഗത്ത് ഉണ്ടാവില്ല. ആ സ്ഥിതി തന്നെയാണ് അവന് ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൻ ഒരു നിസ്സാര കാര്യത്തിന്, ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് ഒരു ടാസ്ക് കൊടുത്തു, അതവൻ കൊളാക്കി. അത് പറഞ്ഞതിന് ആര്യനെ തല്ലാൻ ചെന്നല്ല, തല്ലി. പക്ഷേ ചെറിയൊരു മിസ്റ്റേക്കിൽ കൈ മേല് കൊണ്ടില്ല എന്ന് മാത്രം. അപ്പോൾ അത് മേല് കൊണ്ടെങ്കിൽ ഒരു 2 പേര് ഇവിടുന്ന് പോകേണ്ട വന്നേനെ, ഒരാൾ പോകേണ്ട വന്നേനെ, നമ്മുടെ ഷാനവാസ് ഇവിടുന്ന് കട്ടായേനെ. പക്ഷേ ഷാനവാസിനോട് നമ്മുടെ ബിഗ് ബോസിനോടൊന്നും ആരും പരാതി പറഞ്ഞില്ല. അവർ വീണ്ടും സുഹൃത്തുക്കളായി. അത് ആര്യൻ്റെ വലിയ മനസ്സ്. പക്ഷെ എന്തായാലും നമ്മുടെ ആര്യൻ്റെ വീട്ടുകാർ വെറുതെ ഇരുന്നില്ല. വീട്ടുകാർ എത്രയും പെട്ടെന്ന് പരാതി കൊടുത്തു ബിഗ് ബോസിന്. അവിടെ എൻ്റെ മകനെ തല്ലാൻ നോക്കി. എൻ്റെ മകനോടൊരു സുരക്ഷയില്ല. ഷാനവാസ് ഇങ്ങനെ പലരോടും പെരുമാറുന്നുണ്ട്. അബ്കാറിനോട് പെരുമാറുന്നുണ്ട്, അവിടെയുള്ള സ്ത്രീകളോട് പെരുമാറുന്നുണ്ട്. എല്ലാവരും മോശം പെരുമാറ്റമാണ്. അതിന് ലാലേട്ടൻ എത്രയും പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കണം
എന്ന് പറഞ്ഞുകൊണ്ടാണ് പരാതി കൊടുത്തു പോകുന്നത്. അപ്പോൾ ആ പരാതിക്ക് എന്തായാലും ഒരു തീരുമാനം ഉണ്ടാവും. എന്തായാലും ഇപ്പോൾ പുറത്താക്കലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അത് വലിയൊരു പ്രശ്നമായിട്ട് വരില്ല. പക്ഷെ എന്നാലും വീട്ടുകാർ പരാതി കൊടുത്ത കാരണം അതിനെപ്പറ്റി ലാലേട്ടൻ എന്തായാലും പെട്ടെന്ന് ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ ലക്ഷ്മിക്ക് അവിടെ അധികം നിൽക്കാനൊന്നും പറ്റില്ല, അതുപോലെ ബെന്നിക്ക് നിൽക്കാൻ പറ്റില്ല, സാബുമാന് നിൽക്കാൻ പറ്റില്ല. ഇവരൊക്കെ അടുത്ത് പോകേണ്ട ആൾക്കാരാണ്. അതുപോലെ തന്നെ അനിമോള് പോവും, അതുപോലെ തന്നെ അനീഷ് പോവും. ഇത്രയും ആൾക്കാർ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പടിയിറങ്ങുന്ന ആൾക്കാരാണ്. പിന്നെ ഈ സാബുമോൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഓവർ ആക്ടിങ് നടത്തിയ അനീഷിന് എന്തായാലും നല്ലൊരു പണി ബിഗ് ബോസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബിഗ് ബോസിൻ്റെ പണിയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അനീഷിന് വയറ് നിറയും. അല്ലാണ്ട് ഇപ്പോൾ അവൻ അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു കോമണറായിട്ട് വന്നിട്ട് ഇപ്പോൾ പല്ലീര പോലെ അവൻ്റെ സ്വഭാവം, ഈ ഉത്തരം മുഴുവൻ എൻ്റെ തലയിലായിരിക്കുന്നത്. ഞാനങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ബിഗ് ബോസ് ഇല്ല. അതിന് കാരണമുണ്ട്. അവന് ഈ അഹങ്കാരം വരാനും ഇങ്ങനെ തള്ളൽ നടക്കാനായിട്ടുള്ള കാരണമുണ്ട്. അവൻ്റെ അനിയൻ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ വന്നിട്ട് അവനോട് രഹസ്യമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താണ്, ചേട്ടൻ ഈ നേരത്ത് കളിച്ചു കഴിഞ്ഞാൽ ചേട്ടനെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്, ചേട്ടൻ ഇവിടുന്ന് കപ്പ് കിട്ടും, ചേട്ടൻ ആ നിലയ്ക്ക് തന്നെ കളിച്ചോ എന്ന് പറഞ്ഞിട്ട് പുറത്ത് ഒരുപാട് ആരാധകരുണ്ടെന്ന് പറഞ്ഞു കൊടുത്തു. അതോടുകൂടി ഒന്നുകൂടി പിന്നെ അഹങ്കാരം കൂടി. അഹങ്കാരം എവിടെയും എത്തിക്കില്ല. അതുപോലെ തന്നെ അനിയൻ കുറേ വീഡിയോകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. PR വർക്ക് പോരാഞ്ഞിട്ട് ഇവൻ്റെയും വർക്ക്, ഈ വർക്കൊക്കെ ഇവന് ദോഷമായിട്ടാണ് ഭവിക്കുന്നത്. ഈ അനിയന്മാർക്കും ചേട്ടന്മാർക്കും കുടുംബക്കാർക്കും അമ്മമാർക്കൊക്കെ ഇവർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇടാനും കാര്യങ്ങളൊക്കെ, അതൊക്കെ വളരെ വൃത്തികെട്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ലക്ഷ്മിയുടെ ഭർത്താവ് കുട്ടീനെ കയറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിനെ തെറി വിളിച്ചുകൊണ്ട് കുറേ വീഡിയോകൾ എടുക്കുക, അതൊക്കെ ഉണ്ട് പോസ്റ്റ് ചെയ്യുക. ഭാര്യ അവിടെ ബിഗ് ബോസിൽ വന്നപ്പോഴാണ് മൂപ്പർക്കവിടെ പൊന്തിയത്. അതിന് മുമ്പൊന്നും മൂപ്പർക്ക് പൊന്തിയില്ല. അപ്പോൾ ഭാര്യ വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നു. അപ്പോൾ ആ ഭാര്യയുടെ ഭർത്താവാണ് ഞാൻ എന്നുള്ള 4 ആളെ അറിയിക്കാനായിട്ട്. അവരെ കുടുംബവിശേഷം പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എപ്പിസോഡ് തീരില്ല. നമ്മുടെ വീഡിയോ ചിലപ്പോൾ 2 മണിക്കൂർ നീണ്ടു കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് ആ കുടുംബവിശേഷത്തിലേക്ക് നമ്മൾ കിടക്കേണ്ട കാര്യമില്ല, അതങ്ങനെ കിടന്നോട്ടെ. അപ്പോൾ ഓരോ മത്സരാർത്ഥികളെയും കുഴിയെ ചാടിക്കുന്നതും അവരെ വോട്ട് കുറയ്ക്കുന്നതും അവരവിടെ നിന്ന് പുറത്താക്കാനും അവരെ കുടുംബക്കാർ തന്നെയാണ് ഇതിനൊക്കെ കാരണം. ഓരോന്നൊക്കെ വിളിച്ച് പറയും, ഓരോരുത്തർക്ക് ഇൻ്റർവ്യൂ കൊടുക്കും, ഓരോ കല്ലെടുത്ത് എറിയും. ആ കല്ലൊക്കെ കൊള്ളുന്ന ഇവിടുത്തെ മത്സരാർത്ഥികൾക്കാണ്. അതുപോലെ തന്നെ ഇവിടെ ഇരുന്നിട്ട് കുറേ കൂതറ കളികളും മറ്റുള്ള കാര്യങ്ങളും ഇവർ കളിക്കുകയും ചെയ്യും. അപ്പോൾ എന്തുണ്ടാവും, എത്രയും പെട്ടെന്ന് പെട്ടിയും പ്രമാണം എടുത്തിട്ട് വീട്ടിലേക്ക് പോകാം. ഇപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.